അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ദക്കറഹു ദാകിരീൻ വഅദദ മാ ഗഫല അൻഹുൽ ഗാഫിലീൻ. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ പടിവാതിൽക്കലാണ് ഇന്ന് നമ്മളുള്ളത്. ഹബീബിനോടുള്ള മഹബത്ത് നമ്മുടെ കൽബിലേക്ക് അള്ളാഹു നിറച്ചു തരട്ടെ. മുസ്തഫായ നബി തങ്ങളെ മഹബത്ത് വെച്ചവർക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ കഴിയും. ഇന്ന അൻജാകും യൗമൽ ഖിയാമത്തി മിൻ അഹ്വാലിഹാ വമമാതിനിഹാ അക്സറുഹും അലയ്യ സ്വലാത്ത് ഫിദ്ദാരി ദുനിയ. ഖിയാമത്ത് നാളിന്റെ ഭയാനകരമായ, അതിന്റെ ഭീതിജനകമായ ആ അവസ്ഥയിൽ നിന്ന്, അതിന്റെ പ്രതിസന്ധികളിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ അക്സറുഹും അലയ്യ സ്വലാത്തൻ ഫീ ദാരി ദുനിയ, ദുനിയാവിൽ വെച്ചുകൊണ്ട് എന്റെ മേലിൽ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിച്ചവർക്ക് ഖിയാമത്ത് നാളിന്റെ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് പറയുകയാണ്. മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന് വഹ്യ് നൽകി. യാ മൂസാ അതുഹിബ്ബു അല്ലാ യനാലക അത്ശു യൗമൽ ഖിയാമ. മൂസാ നബിയെ, ഖിയാമത്ത് നാളിന്റെ അന്ന് നിങ്ങൾക്ക് അതിശക്തമായ ദാഹത്തിൽ അകപ്പെടാതെ രക്ഷപ്പെടാൻ നിങ്ങൾ കൊതിച്ചു പോകുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു, മൂസാ നബി പറഞ്ഞു, ഇലാഹി നാം യാ അല്ലാഹ്, അതേ പടച്ചോനെ, അന്ന് ദാഹം വരാൻ പാടില്ല. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞത് ഫഅക്സിരിസ് സ്വലാത്ത അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫായ നബി തങ്ങളുടെ മേലിൽ നിങ്ങൾ സ്വലാത്തിനെ അധികരിപ്പിക്കണം. സ്വലാത്ത് അങ്ങോട്ട് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു രക്ഷപ്പെടുത്തും. അള്ളാഹുവിനോട് സംസാരിച്ചു. കലീമുല്ലാഹ് എന്ന പേര് കിട്ടിയത് മൂസാ നബിക്കാണ്. ആ മൂസാ നബി പോലും നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് ദാഹം അകറ്റാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അപദാനങ്ങൾ പാഠനം പറയണമെന്ന് പറഞ്ഞെങ്കിൽ, മുഅ്മിനെ, റബീഉൽ അവ്വലിന്റെ പൊന്നമ്പളി വാനിലേക്ക് ഉയരുമ്പോൾ നമ്മുടെ ആ ബാലവൃദ്ധ കുഞ്ഞുമക്കൾ നമ്മൾക്ക് വേണ്ടി പാട്ട് പാടുമ്പോ, ദഫ് കൊട്ടുമ്പോ, നബിദിന ആഘോഷങ്ങൾ നടത്തുമ്പോൾ എന്തിനാണ് അതിനെ നമ്മൾ എതിർക്കേണ്ടത്? മഹാനായ ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മദ്ഹബിന്റെ പ്രഗൽഭനായ ഇമാമാണ്. അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ശേഷം ഒരാൾ മഹാനവറുകളെ സ്വപ്നത്തിൽ കാണുകയാണ്. അദ്ദേഹം ഷാഫിഈ ഇമാമിനോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, നിങ്ങളെ എന്തേ അല്ലാഹു ചെയ്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റഹിമനി വഗഫറലി, എന്നെ എൻ്റെ റബ്ബ് എനിക്ക് കരുണ ചെയ്തു തന്നു, എനിക്ക് പുറത്തു തന്നു. മാത്രമല്ല, പുതുമാരനെ ആനയിക്കുന്നത് പോലെ സ്വർഗ കവാടത്തിലേക്ക് എന്നെ ആനയിച്ചു. എന്നെ കൊണ്ടുപോയി എൻ്റെ ശരീരത്തിൽ പുതുമാരനെ വിതറുന്നത് പോലെ എനിക്ക് മീതെ വിതറുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, ബിമ ബല്ലഗത ഹാദിഹിൽ ഹാൽ, ഈ ഒരു ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ കാരണമെന്താണ്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ റിസാല എന്നൊരു ഗ്രന്ഥമുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥം, അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു സ്വലാത്ത്, വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ദക്കറഹു ദാകിറൂൻ വഅദദ മാ ഗഫല അൻഹുൽ ഗാഫിലൂൻ. ഈ ദിക്ർ എഴുതി വെച്ചിട്ടുണ്ട്, ഈ സ്വലാത്ത് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ കാരണത്താലാണ് ഞാൻ ഈ ആഖിറത്തിൽ ഇത്രമാത്രം ദറജയിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത്. ഈ സ്വപ്നം കണ്ട മനുഷ്യൻ, അദ്ദേഹം എത്രയും പെട്ടെന്ന് റിസാല എന്ന ഗ്രന്ഥം എടുത്തു നോക്കിന. അപ്പോൾ അതിൽ പ്രസ്തുത സ്വലാത്ത് കാണാൻ കഴിഞ്ഞു. മഹാനായ ഷാഫിഈ ഇമാമിന്റെ മനാഖിബു ഷാഫിഈ എന്ന ഗ്രന്ഥത്തിൽ മിസ്ബാഹുൽ ദുലാം 228 പേജിൽ ഈ കഥ പറയുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഹബീബിനോട് ഖൽബിൽ അടങ്ങാത്ത സ്നേഹം, അവിടുത്തെ പേരിലുള്ള സ്വലാത്തിനെ അധികരിപ്പിക്കുക.
അവിടുത്തോടുള്ള മഹബത്ത് കൊണ്ട് ശരീഅത്ത് അനുവദിക്കപ്പെട്ട പ്രവർത്തികൾ ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.